ഞാൻ വിചാരിച്ചു ആ കാളിമുത്ത് എങ്ങാനും. കാളിമുത്തോ? ഇവിടെയോ? അതെ, വാഷിലാൻ. ഞാൻ കുളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാ കണ്ടത്. അപ്പൊ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഊഹിക്കാവുന്നേ ഉള്ളൂ. നീ വാ. அப்படியா? എന്നിട്ട് அண்ணா மொத்தமா பார்த்தாச்சா? அப்பா என்ன அழகு! ஓ, இந்த மாதிரி ஒரு ஃபிகரை என்னோட லைஃப்லயே பார்த்தீங்களாப்பா. பாரு, அந்த பொண்ணு கண்ணு ஐஸ்வர்யா ராய் மாதிரி, அதுக்கும் கீழே பார்த்தா சுஸ்மிதா சென் மாதிரி, அதுக்குங்க ரொம்ப ரொம்ப வேண்டா. ரொம்ப பொண்ணுன்னா அந்த பொண்ணு தான்டா. என்ன பிரயோஜனம் அண்ணா? அந்த பொண்ணு ஏதோ முருகனுக்கு சொந்தம் தானே. நோ, இங்க பாருங்க அண்ணா, அந்த பொண்ணுக்கு நான் தான் முருகன். ഉറ്റോപ്യയിൽ എന്താണ് സംഭവിച്ചത് സുഹൃത്തുക്കളെ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ചിന്താഗതികളുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? അതുകൊണ്ട് തന്നെയാണ് ഉറ്റോപ്യയിൽ വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളെ സഹായിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. സംഭാവന കൂമ്പാരമാവുമ്പോഴേ ഈ പരിപാടി ഗംഭീരമാവുകയുള്ളൂ. സംഭാവന അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ സംഭാവന അല്ല, രാവിലെ തന്നെ തുടങ്ങിയല്ലോ. പോടെ. അമ്മയുടെ അമ്മേ, പുതിയ ലക്കം പൂങ്കിനാവ് വായിച്ചിരിക്കും. അടുത്ത ലക്കം എന്നാ വരിക സണ്ണി? പൂങ്കിനാവിന്റെ ഒരു കാര്യം അത് ഉടനെ വീട്ടിലെത്തിക്കാം. അല്ല അമ്മിണി വീട്ടിൽ കാണും. എനിക്കെന്ത് പരിചയക്കാരാണ്. ആ പഴയ പാണ്ടി ആരാ പറഞ്ഞ? ഇറങ്ങ ഇറങ്ങ, ഒന്ന് വേറങ്ങ. ആ എടുക്ക. ആ ശരി. പോ റൈറ്റ്. പുതിയ ആളായിരിക്കും. അല്ല, 10-15 വർഷമായി. അല്ല, ഞാൻ ലോക്കൽ കമ്മിറ്റി സണ്ണി. ലോക്കലാണെന്ന് മനസ്സിലായി. പാർട്ടിയുടെ നയപരിപാടിയുടെ ഭാഗമായിട്ട്. എന്റെ പൊന്നു ചേട്ടാ, വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ദേശീയ അന്തർദേശീയ ചെയ്യാതെ എന്റെ പൊന്നിയേട്ടൻ പോയാട്ടെ. ഇവര് ഞങ്ങൾ ഭൂഷ തന്നെയല്ലോ. കഞ്ഞി സംഭാവന. ഇത് ഉഗാണ്ട സംഭാവന. പാർട്ടിയുടെ നയപരിപാടിയുടെ ഭാഗമായിട്ട്. പുഷ്കര, ഇന്ന് എവിടെയല്ല ഞാൻ സംഭാവന ചോദിച്ച എന്തൊരു മടിയാ. അല്ല, വെറുതെ അല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ. എന്താ പിന്നെ ചേട്ടാ, പച്ചത്തേന്ന് നോക്കിയേ, ഇനി ഫുൾ സെറ്റിൽമെന്റ്. അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ പോക്കറ്റ് കാര്യമാക്കി അർത്ഥം. ചേട്ടാ, ചേട്ടനത് പറയുന്നത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എന്ന് കരുതി ഞങ്ങൾക്കും ജീവിക്കട്ടെ ചേട്ടാ. ഓ എന്ന് എന്നതിൽ തന്നെ. അയ്യോ, ഇതൊന്നും വേണ്ട. ദോശയും മുട്ടയും കഴിച്ചോളൂ. യാത്ര ചെയ്ത് വന്നല്ലേ, നല്ല ക്ഷീണം കാണുമെന്ന് എനിക്കറിയാം. നാണപ്പെട്ട ഏതായി പുതിയ കക്ഷി? അയ്യോ അറിയില്ലേ? ഇല്ല.
നമ്മുടെ പുതിയ പോസ്റ്റ്മാനാ, പേര് ഉണ്ണികൃഷ്ണൻ. ഇവനാളുണ്ണി തന്നെ. ചേട്ടാ, ഉണ്ണിയുടെ താമസക്കാര്യം ആ പഴയ പോസ്റ്റ്മാൻ താമസിച്ച വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അതെ, അതിനെന്താ, നമുക്ക് ശരിയാക്കാം. പറ, നന്നായി ശരിയാവൂലടാ. വാ, നിൽക്കൂ ചേട്ടാ, ആ വീട് ഒന്ന് കാണിച്ചു കൊടുക്ക. ആ, എടി മോളെ, അപ്പം കടം വാങ്ങിയത് നേരാ. നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ പലിശ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. ആ, പണ്ടത്തെ പോലെയാണോ? ഇപ്പെല്ലാം കമ്പനി സാധനങ്ങളല്ലേ. എന്തായാലും ശരി, പലിശ പലിശ എന്നും പറഞ്ഞ് ആ മാഷിൽ എങ്ങോട്ട് വരാൻ പാടില്ല. ആ, അവനൊരു ചുക്കും ചെയ്യില്ല. അവന്റെ മൂത്ത ചേട്ടനില്ലേ, ആ കുറുംഭീകരൻ വേലുമുത്തു എന്ന അവനെ ഞാൻ പേടിച്ചില്ല. പിന്നെയാണോ ഈ ഊളമുത്തു? ഒന്ന് പോകാൻ പറയടി. അപ്പനൊന്നും പറയണ്ട, എങ്ങനെയെങ്കിലും അവന് കാശ് കൊടുക്കണം. അപ്പം കൊടുത്തില്ലേലും അത് കൊടുക്കാൻ വേറെ ആളുണ്ടടി. ആര്? മുരുകൻ. തുടങ്ങി അപ്പന്റെ ഒരു മുരുകൻ. അവന്റെ മുരുകനല്ല, നിന്റെ മുരുകൻ. ഉം. അവൻ വന്നാ എല്ലാ പ്രശ്നവും തീരും. ഏ? ഓ, ഓ, ഓ. പെണ്ണിന്റെ ഒരു നാണം. ആ. ഏ? ഏ? ആ പോസ്റ്റ്മാൻ ആളൊരു മിടുക്കനാണെന്നാണല്ലോ ചേച്ചി കേട്ടത്. ആണെന്നോ? നല്ല വെളുത്ത് തുടുത്ത് ഉയരമൊക്കെ ആയിട്ട്. എന്റെ ജാനകി, ഈ നാട്ടിലെങ്ങും ഇല്ല അതുപോലെ ഒരാണ്. നടക്കട്ടെ നടക്കട്ടെ മോളെ. പോസ്റ്റ്മാൻ ഇപ്പൊ ഏത് സമയത്ത്